നമസ്കാരം. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈരാറ്റുപേട്ടയിൽ 3 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മത ഭൗതിക സമന്വയ കലാലയമാണ് ഫൗസിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്. തെക്കൻ കേരളത്തിലെ അറിയപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനും ഈരാറ്റുപേട്ട സ്വദേശിയുമായ ഞങ്ങളുടെയൊക്കെ ഉസ്താദ് ബഹുമാന്യനായ ഷെയ്ഖുന കെ മുഹമ്മദ് ഈസ മമ്പാഴി അവറുകളാണ് 1986 ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഈ സ്ഥാപനം വളർച്ചയുടെ പാതയിലാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് മതവിഷയങ്ങളിൽ ആഴത്തിൽ പഠനം നടത്തുന്നതിനോടൊപ്പം തന്നെ UGC അംഗീകരിക്കുന്ന ഡിഗ്രികളും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസവും ഒക്കെ നേടിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുവാനുള്ള കാരണം, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു വലിയ വാർഷിക പരിപാടിയും അതോടൊപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 70 ഹാഫിളുകൾക്കും 20ഓളം പണ്ഡിതന്മാർക്കും ബിരുദം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ മുതൽ, അഥവാ ജനുവരി 23, 24, 25 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. ഈ പരിപാടിയിൽ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വളരെ പ്രമുഖരായ ധാരാളം വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടങ്ങളിലെല്ലാം എല്ലാ മതവിഭാഗങ്ങളുമായി വലിയ ബന്ധം പുലർത്തുകയും മാനവികതയ്ക്ക് വേണ്ടി എന്നെന്നും നിലകൊള്ളുകയും ചെയ്ത ഒരു സംവിധാനമാണ്. എല്ലാ കാലത്തും എല്ലാ തരം മതസ്ഥരെയും വിളിച്ചുകൂട്ടുകയും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ഇതിന് കീഴിൽ പലതരം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികവും UGC അംഗീകരിക്കുന്ന ഡിഗ്രിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനമാണ്. അതോടൊപ്പം ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നാം അഡ്മിഷൻ നൽകുന്നത്. 5ാം ക്ലാസ് പൂർത്തിയായ വിദ്യാർത്ഥികളെ അഡ്മിഷൻ നൽകിക്കൊണ്ട് അവർക്ക് ആദ്യമായി ഖുർആൻ പഠനം, ഖുർആനിന്റെ മനഃപ്പാഠം അത് സ്കൂൾ പഠനത്തോടൊപ്പം സംവിധാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം അവർക്ക് ഹൈസ്കൂൾ പഠനവും ഒപ്പം തന്നെ ആലിം കോഴ്സിന്റെ പഠനവും തുടർന്ന് അവസാനം അവരുടെ പഠനം പൂർത്തിയാകുന്ന സമയത്ത് ഇസ്ലാമികമായ വിഷയത്തിൽ ആഴത്തിൽ പഠനം നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് UGC അംഗീകരിക്കുന്ന ഒരു ഡിഗ്രിയും കൂടി കരസ്ഥമാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് മതവും മതനിയമങ്ങളും മറ്റ് പൊതു സംസ്കാരങ്ങളും ഒക്കെ പഠിക്കാൻ ആവശ്യമായ വിവിധതരം പദ്ധതികൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. മജ്ലിസുൽ ഖുർആനിൽ കരീം എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ പഠനവേദി, ഖുർആൻ മാത്രമല്ല ജീവിതത്തിൽ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പഠന സംവിധാനമാണത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഒക്കെ പ്രത്യേകമായ പഠന സംവിധാനങ്ങൾ അതിൻ്റെ കീഴിലുണ്ട്. അതോടൊപ്പം തന്നെ കാരക്കാട് കരീം സാഹിബ് മെമ്മോറിയൽ ബോയ്സ് ഹൈസ്കൂൾ കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളായിട്ട് അൽ ജാമിയത്തുൽ ഫൗസിയ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബും അതേപോലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയും ഒക്കെ ഈ ഒരു സമുച്ചയത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയൊരു സ്വപ്നത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം 30 വർഷങ്ങൾക്ക് മുമ്പ് പടുത്തുയർത്തപ്പെട്ടതെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി ധാരാളം സംഗതികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സ്വപ്നം ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എല്ലാവർക്കും ധാർമ്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസം നൽകുന്ന രൂപത്തിലൊരു സ്ഥാപനം ഭാവിയിൽ തുടങ്ങണമെന്നാണ്. അതേപോലെ തന്നെ സാങ്കേതികവും തൊഴിൽ രംഗത്തുള്ള പരിശീലനവും നൽകുന്ന പോളിടെക്നിക്ക് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നും നമ്മുടെ ലക്ഷ്യമാണ്. ഇസ്ലാമികമായിട്ട് ഖുർആൻ ഹദീസ് റിസർച്ച് സെന്റർ, അതേപോലെ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങൾക്കും മതവിധികൾ നൽകുന്ന ഒരു ദാറുൽ ഇഫ്താ, അപ്രകാരമുള്ള പല പദ്ധതികളും നമ്മുടെ ലക്ഷ്യത്തിലുണ്ട്. അതേപോലെ സമീപകാല ഭാവിയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകാൻ പറ്റുന്ന ഒരു സംവിധാനവും കൂടി
രംഗത്ത് വരിക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ഇത്തരത്തിൽ നാടിന്റെ സമഗ്രമായ നന്മയെ കരുതിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത്. ഭാവിയിലും അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം 3 ദിവസങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുന്നത്. ഒന്നാമത്തെ ദിവസം ഖുർആൻ മനഃപ്പാഠമാക്കിയ 70ഓളം വരുന്ന ഹാഫിളുകൾക്ക് വിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗം പാരായണം ചെയ്തു കൊടുക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ചടങ്ങാണ് അന്ന് നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ തമിഴ്നാട് വാടിയമ്പാടി സ്വദേശിയായ മൗലാന മുഹമ്മദ് ഹാമിദ് ഹസ്രത്ത് അവറുകളാണ് ഈ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. 2-ാം ദിവസം 24-ാം തീയതി വെള്ളിയാഴ്ച ഒരു മാനവ സാമൂഹ്യ സദസ്സാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. വിവിധ മത നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം പാളയം പള്ളി ഇമാം പി സുഹൈബ് മൗലവി, അതേപോലെ തിരുവനന്തപുരം ഏകലവ്യ ആശ്രമം മേധാവി ശ്രീ അശ്വതി തിരുനാൾ സ്വാമികൾ, അപ്രകാരം തന്നെ ബിവിലേജ് ചർച്ചിന്റെ പ്രതിനിധിയായിട്ട് ബഹുമാന്യനായ ഫാദർ സാജു തോമസ് എന്നിവർ പങ്കെടുക്കുന്ന ഈ മാനവ സൗഹാർദ്ദ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനും ഓസ്ട്രേലിയയിലെ വിനോദ കായിക അതേപോലെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായ ജിൻസൺ ആൻഡോ ചാൾസ് അവറുകളാണ്. അപ്പോൾ ഈ പരിപാടിയിൽ ഈരാറ്റുപേട്ടയിലെ വിവിധ സംഘടനകൾ, മത നേതാക്കൾ ഒക്കെ പങ്കുചേർന്നുകൊണ്ട് മാനവികതയുടെ സന്ദേശം കൈമാറുന്ന വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാമാണ് വെള്ളിയാഴ്ച നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് 90ഓളം വരുന്ന മത പഠന കോഴ്സും അതേപോലെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോഴ്സും പാസ്സായ ആലിമുകൾക്കും ഹാഫിളുകൾക്കും സനദ് ദാനം അഥവാ അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിതാക്കൾക്ക് വേണ്ടി ഒരു സംഗമം വെള്ളിയാഴ്ച രാവിലെ 6:30-നും വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു സംഗമം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-നും നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖുന കെ മുഹമ്മദ് ഈസ മമ്പഴി അവറുകളുടെ ശിഷ്യഗണങ്ങളുടെ കൂട്ടായ്മയായ മമ്പുൽ ഹസന തുലമ അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമും ഒരു സുപ്രധാന ഫിഖ് സെമിനാറും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൗസിയ സ്ഥാപനത്തിൽ ഇതുവരെ പഠനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫൗസാൻ അലുമിനി അസോസിയേഷന്റെ ഒരു യോഗവും ശനിയാഴ്ച രാവിലെ മുതൽ നടക്കുന്നുണ്ട്. ഈ രൂപത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം മതരംഗത്ത് 50 വർഷത്തോളം പൂർത്തിയാക്കിയ മത അധ്യാപകന്മാരായ മുദരിസുമാര് 7 പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഈ പരിപാടിയോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടികളിൽ പൊതുജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തവും സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നന്ദി.